ഓയില്, പാല്, പൊന്നു. ഹലോ, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇന്നൂടെ ഉള്ളൂ 36ക്ക് പണി. നല്ല ഓട്ടമായിരുന്നു 2-3 ദിവസമായിട്ട്. ഏതോ ഒരു പടത്തിൽ പറയുന്നില്ലേ, എന്തെങ്കിലും ഒന്ന് പറയാൻ സമ്മതിക്കണ്ടേ, നിലത്ത് നിർത്താൻ സമ്മതിക്കണ്ടേ, എന്തെങ്കിലും ഒന്ന് പറയാനെന്ന് പറഞ്ഞ മാതിരി നിലത്ത് നിർത്താൻ സമ്മതിക്കണ്ടേ വീഡിയോ എടുക്കാൻ. അമ്മാതിരി ഓട്ടമായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഉറക്കമില്ല, ഒക്കെ ഇടങ്ങാറായി. ഷെഫീലിന് വേണ്ടി ഡെയിലി കേൾക്കുന്ന 2 ദിവസമായിട്ട് അത് കേൾക്കില്ല. ഇപ്പം ഇന്നും എന്നെ വിളിച്ചാണ്ട് ഇതിൻ്റെ കേൾക്കാഞ്ഞെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയമുണ്ട്, പിന്നെ ഉറക്കില്ല. ഞാൻ എത്തുന്ന 2 മണിക്കാണ്, എണീക്കുന്ന 7 മണിക്കാണ്, രാവിലെ 7 മണിക്കാണ്. ഞാൻ വന്ന് നോക്കുമ്പോൾ എൻ്റെ വണ്ടി കാണുന്നില്ല. കണ്ടാൽ ഞാൻ കേൾക്കലുണ്ട്, കാണാത്തതുകൊണ്ടാണ് ഞാൻ കേൾക്കാത്തത്. ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അവൻ്റെ പ്രശ്നമൊന്നുമില്ല. കാരണം അവൻ്റെ വണ്ടി ഡെയിലി വണ്ടി കേൾക്കില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ഗ്ലാസ്സെങ്കിലും തുടച്ചു കൊടുക്കണം. അപ്പം ഞാൻ 2 ദിവസമായി അവൻ്റെ വണ്ടിയും കാണില്ല, കാരണം അങ്ങനത്തെ ഓട്ടോ ആണ്. ഇപ്പം ഇന്ന് തന്നെ 7 മണിക്ക് എണീച്ച് മോളെ കൊണ്ടുവന്നിട്ട് തിരിച്ചു പോയി. എന്നാണ്ട് സാധനം വാങ്ങേണ്ടത് വാങ്ങി 10 മണിക്ക് റൂമിലെത്തുന്നത്. 11:30 മണിക്ക് ഇവിടെ, ഇപ്പോൾ 11:30 മണിയായി ഇപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ ഓട്ടത്തിൻ്റെ. പിന്നെ പെരുന്നാളൂടെ അല്ലേ, അപ്പോൾ ഓട്ടം കുറച്ചുകൂടെ കൂടും. അതോടുകൂടി അവളെ ജോലി പരിപാടി തീർന്നു, പണീൻ്റെ പരിപാടി തീർന്നു. 36 പോകുന്നുണ്ട് എന്നൊരു ന്യൂസ് കേട്ട്, പുറത്ത് പോകേണ്ട ന്യൂസ് കേട്ട്. ഒരു 10 ദിവസം ലീവ് ഉണ്ട്, അപ്പോൾ അതിന് പോകുന്നുണ്ടെന്ന് ഒരു ന്യൂസ് കേട്ട്. അപ്പോൾ ആ 10 ദിവസം കൂടിയും നമുക്ക് ഫ്രീ കിട്ടും. അപ്പോൾ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നേരെ പോവാം. ഇവളെ എടുത്തിട്ട് നേരെ പോയിട്ട് റൂമിലിരിക്കാൻ നേരമില്ല. കാരണം ക്രിസ്റ്റ്യൻ സിറ്റി പോകേണ്ടത്, സാധനം വാങ്ങേണ്ടത്. ഓട്ടാണ്, നല്ല ഓട്ടാണ്, ഒരു മനസ്സമാധാനമില്ലാത്ത ഓട്ടാണ്. വേറെ എന്താ, ഒരു മാസം 1.5 മാസം കൂടെ ഓട്ടയാണ്. അതുകൂടി ഓടി അയച്ചിട്ട് നമ്മളെ കൈമേള നഖം കൊഴിഞ്ഞാടൊന്നുമില്ല. ഇവിടെ സഹിച്ചും പിടിച്ച് നിൽക്കുക, അല്ലാണ്ട് വേറെ നിർവാഹമില്ല. ഓക്കെ, അങ്ങനെ എൻ്റെ പൊന്നു മക്കളെ ഒന്നും പറയണ്ട. എന്താ പറയുക, മറ്റേ റേഷൻ സാധനം വാങ്ങണ്ടായിരുന്നു. നോമ്പൂടിയല്ലേ, 50 കിലോൻ്റെ ചാക്ക് അങ്ങനെ ഉണ്ടാവും. റൈസ് 50 കിലോന് 25 കിലോൻ്റെ ഷുഗർ, ഓയില്, പാല്, പൊന്നു. രാവിലെ തുടങ്ങിയ ഓട്ടം നിന്നിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ ഫെസ്റ്റിവൽ സിറ്റിയിലാണ്, ഷുർമാളിൽ. ഇവിടെ നിന്ന് ഒരു സാധനം വാങ്ങാണ്ട്, പറുത്ത് അങ്ങനെ എന്തോ ഒരു സാധനം. അപ്പോൾ അത് വാങ്ങാൻ പറഞ്ഞത് രാവിലെ വാങ്ങാൻ പറഞ്ഞത്. ഞാൻ പിന്നെ രാവിലെ കുറച്ചൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ മോണോബ്രിക്സ് കയറിയിട്ട് സാധനം പർച്ചേസ് ചെയ്യേണ്ടായിരുന്നു. അതോട് കയറിയപ്പോത്തിന് തന്നെ ഞാൻ താപാനാണ്, ഉറങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ രാത്രി മാളവ് ഖത്തറിൽ പോകണം എന്ന് പറഞ്ഞാണ്. അത് കഴിഞ്ഞിട്ട് ബക്ര. ഈ ആഴ്ചയിൽ 4ാമത്തെ പ്രാവശ്യമാണ് ബക്രയിൽ പോകണത്. 4ാമത്തെ പ്രാവശ്യം. ആലോചിച്ച് നോക്കി. എടുത്ത് ഞാൻ ഇങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഓക്കെ, വെറുതെ ഷോപ്പാണ്, ചെറിയ റൂം, നല്ല രസമുണ്ടല്ലേ, അടിപൊളി. സമാധാനം, സാധനം കിട്ടി. നേരെ റൂമിക്ക്. ഏകദേശം 3 മണി കഴിഞ്ഞാൽ ഉറങ്ങാൻ നേരമില്ല. ഉറങ്ങിയില്ലെങ്കിൽ രാത്രി ആകെ ഇടങ്ങാറാവും. പിന്നെ നാളെ പണിയില്ലല്ലോ, അതുകൊണ്ട് സുഖമായിട്ട് കിടന്നു. ഉറങ്ങാൻ സമ്മതിക്കൂല. നാളെ പെരുന്നാളിൻ്റെ ഓട്ടമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അസറാൻ കൊടുത്ത് തീരുമാനമായി. അങ്ങനെ എന്താ പറയുക, നോമ്പൊക്കെ തുറന്ന് ഞാനൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് 3:30-3:45 4 മണീൻ്റെ അടുത്തായിരുന്നു ഞാൻ റൂമിലെത്തിയപ്പോൾ. ആകെ തേപ്പാനായി. കാരണം പിന്നെ ട്രോളി ഉണ്ട്, പക്ഷേ ട്രോളിയിൽ അത്രയും വെയിറ്റ് താങ്ങൂല, അരിയുള്ളതല്ലേ. അപ്പോൾ അരി മാത്രം 2 ചാക്കുണ്ട ചോദിച്ചു. ഞാൻ തേപ്പാനായിരുന്നു. കാരണം രാവിലെ നീച്ച് ഓട്ടം തുടങ്ങിയിട്ട് തീരുന്നില്ലല്ലോ, ഓട്ടം ഉറങ്ങിയിട്ടില്ലല്ലോ. ഓട്ടം തീരാത്തല്ല, ഉറക്ക് കിട്ടില്ല.
അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ പിന്നെ അരിച്ചാക്ക് കൊണ്ടുപോയിട്ട് ഓത്തിന് ഞാൻ ആകത്തായി. അപ്പോൾ പിന്നെ ഞാൻ ട്രോളിയിൽ തന്നെ മുഴുവൻ കയറ്റി പൊട്ടാണെങ്കിൽ പൊട്ടട്ടെ, അല്ലാണ്ട് കഴിയുന്നില്ല. അങ്ങനെ അത് കൊണ്ടുപോയിട്ട് ഇതിനെ ഒന്ന് ഒറ്റക്ക് എടുത്തോ. 5-5:30 നീച്ച് പിന്നെ 1 മണിക്കൂർ ഉറക്കം കിട്ടി. അത് കഴിഞ്ഞപ്പോൾ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് 6:30 ആയിട്ടുള്ളൂ. ഓട്ടം വന്നു അടുത്തത്. അവൻ്റെ എന്തോ സാധനം എടുത്തുകൊണ്ടിരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എടുക്കാൻ പോവാണ്. എന്താണോ എന്തൊരു പേര് പറഞ്ഞു, ഞാൻ ഇതുവരെ അറബിയിൽ അങ്ങനെ പേര് കേട്ടില്ല. എന്താണ് പോയോ. അങ്ങനെ നമ്മളിത് മാൾ ഓഫ് ഖത്തറിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും എന്താ 1-2 പരിപാടിയുള്ളൂ. അധികം ലേറ്റ് ആവില്ല എന്ന് പറഞ്ഞു. അധികം ഒന്നും ലേറ്റ് ആവില്ല. ഇപ്പം 11 മണി ആയിട്ടുള്ളൂ. അധികം ഒന്നും ലേറ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തി. ഓക്കെ, അപ്പം ഇനി പറയാനുള്ള എന്താ അറിയോ, ഇനിയിപ്പോൾ വക്രയ്ക്കാണ് പോകണേ. നേരെ വക്ര എത്തുമ്പോഴത്തേന് എന്തായാലും 1:30-2 മണി. വക്രയിൽ എത്തുമ്പോഴത്തേന് ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കുട്ടികളായിട്ട് ഇറങ്ങിയത്. കുട്ടികളായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികൾ അവിടെ കയറണം ഇവിടെ കയറണം എന്ന് പറയും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി ഞാൻ നേരെ എത്താൻ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. വക്ര പോയിട്ട് നമുക്ക് അവിടെ പോയിട്ടൊന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.